ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു ചക്കയപ്പം ഉണ്ടാക്കാം. എനിക്ക് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിനായിട്ട് തന്നെ വാഴയില വെട്ടിയിട്ട് ഇങ്ങനെ പീസാക്കി വച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് വാഴയില. എന്നിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇടുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും ചുരണ്ടി ഇടണം കേട്ടോ. ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് ചക്കയും കൂടെ പഴുത്തതുകൊണ്ട് നല്ല മധുരം കാണും. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടാൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ തിരുവിയതിടുക. എന്നിട്ട് ഈ ചക്കക്കുരു മാറ്റിയിട്ട് ചക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം ഇങ്ങനെ ചക്കക്കുരു മാറ്റിയിട്ട് ചക്ക ഇതിനകത്ത് ആക്കി കൊടുക്കുക, ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഞവടി എടുക്കണം കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന വാഴയിലയിലോട്ട് ഈ മാവ് കുറേച്ചേ വെച്ച് ഇങ്ങനെ കൈ വെച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കുക. ഞാൻ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതേപോലെ പരത്തി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇഡലി പാത്രത്തിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ഇഡലിത്തട്ട് വയ്ക്കുക. അതിനകത്തോട്ട് ഇതെല്ലാം കൂടെ പറക്കി വയ്ക്കണം. വാഴയിലെല്ലാം പറക്കി വയ്ക്കുക. എന്നിട്ട് ആവി കയറ്റി എടുത്താൽ മതി. ചക്കയപ്പം റെഡിയായി. അപ്പോൾ ചക്കയപ്പം ഇഷ്ടമുള്ളവരെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.